നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും 83 തസ്തികയിലേക്ക് കേരള PSCയുടെ വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിലേക്കുള്ള SBCID എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡിഗ്രി ലെവൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ആദ്യം വന്നിട്ടുള്ള നമ്മുടെ LGSന്റെ സാധ്യതാ ലിസ്റ്റിൽ 1088 പേരുടെ വർധനവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 10 ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ കൂടി പുതിയ ലിസ്റ്റില് 17,706 പേരാണ് വന്നിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ 306 പേരും സപ്ലിമെന്ററി ലിസ്റ്റിലെ 1167 പേരും വീതമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വർദ്ധിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സാധ്യതാ ലിസ്റ്റിന്റെ കാര്യമാണ്. അപ്പൊ എന്തായാലും സാധ്യതാ ലിസ്റ്റിൽ വർദ്ധിച്ചവരുടെ എണ്ണം നിയമനത്തിലും കാണട്ടെ എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യാശിക്കാം. ഓരോ ജില്ലകളുടെയും കട്ട് ഓഫ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിലവിലെ തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് 65.33 ആയിരുന്നു. അതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെ LGSന്റെ കട്ട് ഓഫ് 70 ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലയുടേത് 52 ആയിരുന്നു. അതുപോലെ തന്നെ ആലപ്പുഴ 57, കോട്ടയം ജില്ല 49, ഇടുക്കി ആണെങ്കിൽ 68, എറണാകുളം 64, തൃശ്ശൂർ വന്നിട്ട് 73, പാലക്കാട് 61, മലപ്പുറം 73, കോഴിക്കോട് 68, അതുപോലെ തന്നെ വയനാട് വന്നിട്ട് 68 ആണ് വന്നിട്ടുള്ളത്. കണ്ണൂർ വന്നിട്ട് 59, കാസർഗോഡ് വന്നിട്ട് 68 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആകെ മൊത്തത്തില് നമ്മുടെ മെയിൻ ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത് 8,521 പേരും, അതുപോലെ തന്നെ സപ്ലിമെന്ററിയിൽ 8,829 പേരും, ഭിന്നശേഷി ലിസ്റ്റിൽ 386 പേരും, ആകെ മൊത്തത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് 17,706 പേരുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടറുടെ നിയമനം കഴിഞ്ഞ തവണ 608, ഇത്തവണ അത് 88 എന്നുള്ളതാണ്. ഈ സബ് ഇൻസ്പെക്ടർ പോലത്തെ പരീക്ഷയൊക്കെ നടത്തിയിട്ട് അതിലെ ഇമാതിരി ചതി ഒരിക്കലും ഉദ്യോഗാർത്ഥികളോട് കാണിക്കരുത്. കാര്യം കഴിഞ്ഞ വർഷം ഇതേപോലെ 608 പേര് കയറി, ഇത്തവണ അത് നിയമനം 88 പേരെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരെണ്ണമാണ് അല്ലെ. SI റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 മാസം കൂടി മാത്രമാണ് വന്നിട്ടുള്ളത്. 88 പേർക്ക് മാത്രമാണ് നിയമനം പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ഷോർട്ട് ലിസ്റ്റിൽ 79 പേരാണ് വന്നിട്ടുള്ളത്. ഓവർസിയറിന്റെ റാങ്ക് ലിസ്റ്റിൽ 66 പേരാണ്. വർക്ക് സൂപ്രണ്ടിന്റെ ഷോർട്ട് ലിസ്റ്റിൽ 67 പേരാണ്. ഡ്രാഫ്റ്റ്മാന്റെ വകുപ്പ് തല പരീക്ഷ വിജ്ഞാപനം ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഡ്രൈവറിന്റെ സിലബസിൽ ഭാരതീയ ന്യായ സംഹിത ഇല്ല എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. സംഭവം BNS തന്നെ ചോദിക്കാൻ തന്നെയാണ് ചാൻസ്. കാരണം ഇപ്പൊ IPC എന്ന് പറയുന്ന സാധനം ഇപ്പൊ നിലവിലില്ല. അപ്പൊ പിന്നെ BNS തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോ നിങ്ങൾ BNS തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലെ 424 ഒഴിവുകൾ കൂടി അപേക്ഷകൾ നീട്ടിയിട്ടുണ്ട്. മെയ് 12 വരെ എന്ത് ചെയ്യാം, അപേക്ഷിക്കാനായിട്ട് കഴിയും. അതിലേക്ക് അപേക്ഷിക്കാനുള്ള തസ്തികകൾ LD ക്ലർക്ക് വിളിച്ചിട്ടുണ്ട്, LD ടൈപ്പിസ്റ്റ്, അതുപോലെ ഹെൽപ്പർ, അസിസ്റ്റന്റ് ലൈൻമാൻ, അതുപോലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, വെറ്റിനറി സർജൻ, വർക്ക് സൂപ്രണ്ടന്റ്, സാനിറ്റേഷൻ വർക്കർ, റൂം ബോയ് തുടങ്ങിയ വിജ്ഞാപനങ്ങളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ KSന്റെ വിജ്ഞാപനത്തിന്റെ കാര്യത്തിൽ 36,809 അപേക്ഷകൾ അസാധുവായിട്ടുണ്ട്. പരീക്ഷ എഴുതുന്നത് 1,90,000 പേരാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷ എഴുതുന്നത്. ഓക്കെ, അത് ഇതിനകത്തുകൂടി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കാത്തതിന്റെ പേരിലാണ് പലരും അപേക്ഷകൾ എന്ത് ചെയ്തത്, അസാധുവായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. സ്ട്രീം 1 നമുക്ക് എഴുതാൻ കഴിയുന്നത്. 2,10,000 പേരാണ് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. 1,11,307 പേരാണ് എന്ത് ചെയ്തത്, കൺഫർമേഷൻ നൽകിയതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അസാധുവായിട്ടുണ്ടായിരുന്നത് 35,635 പേരാണ് അസാധുവായിട്ടുള്ളത്. KSന്റെ കാര്യത്തിലാണ്. അത് നല്ല കാര്യം തന്നെയാണ്. പരീക്ഷ എഴുതുന്നുള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി, അപേക്ഷ കൊടുത്താൽ മതി അല്ലെ. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സർജനിൽ 25 നിയമനം കൂടി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സിലേക്ക് 24 നിയമനം കൂടി പോയിട്ടുണ്ട്. LDC എറണാകുളത്തിലേക്ക് നിയമന ശുപാർശ 1085 ആയിട്ടുണ്ട്. LDC ആലപ്പുഴയിലേക്ക് 12 നിയമനം കൂടി പോയിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാനിലേക്ക് പത്തനംതിട്ടയിലേക്ക് 10 നിയമനം കൂടി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സർക്കാർ സർവീസിലേക്കുള്ള നിയമനങ്ങളിൽ ഉന്തിയ വല്ലുള്ളവർക്ക് ഇനി അയോഗ്യത ഇല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ആഭ്യന്തരം, വനവകുപ്പ്, ഗതാഗതം, എക്സൈസ് എന്നീ വകുപ്പിലേക്കുള്ള യൂണിഫോം കോഴ്സിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഉന്തിയ പല്ലിന്റെ പേരിലുള്ള അയോഗ്യത ഒഴിവാക്കാൻ ഏപ്രിൽ 30 മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. മാറാത്ത ചട്ടങ്ങൾ മാറാപ്പാകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് വാർത്തയ്ക്ക് മുന്നേ തൊഴിൽവീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഉന്തിയ പല്ല് എന്തല്ല, ഇനി മുതൽ അയോഗ്യത അല്ല കേട്ടോ. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ 83 തസ്തികയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പുതിയ വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് HSC സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക ഉൾപ്പെടെയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഗസറ്റ് തീയതി 30/4/2025, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 4 ആണ്.
ഓക്കെ, ജൂൺ 4 തീയതി വരെ അപേക്ഷ സ്വീകരിക്കും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ജൂൺ 4 വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട, അതിനെ മുന്നേ തന്നെ എന്ത് ചെയ്യുക, അപേക്ഷകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ പറയുന്ന തസ്തികയിലൊക്കെ നിങ്ങളുടെ പ്രൊഫൈലുകളിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ 17 തീയതി നടക്കുകയാണ്, ഈ മാസം 17 തീയതി നടക്കുകയാണ്. അതുപോലെ തന്നെ ഈ ആഴ്ച നടത്താൻ പോകുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ PSCയുടെ അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് LGSന്റെ കമ്പനി ബോർഡ്, അതുപോലെ തന്നെ LPST കോട്ടയം, LDC ടൈപ്പിസ്റ്റ് പാലക്കാട്, സ്റ്റാഫ് നഴ്സ് LDC തിരുവനന്തപുരം, LDC എറണാകുളം ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് PSCയുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിളിച്ചു ചോദിക്കാൻ പാകത്തിനുള്ള നമ്പർ കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അത് നമ്മുടെ PSC ഓഫീസിന്റെ നമ്പറാണ് കേട്ടോ. PSC ഓഫീസുകളുടെ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അത്യാവശ്യം വേണ്ട നമ്പറുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റിന്റെ ഒക്കെ കമ്പൈൻഡ് ആയിട്ടുള്ള ബാച്ച് ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യാം, ജോയിൻ ചെയ്യാം. 999 രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. 9961169272 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നത്. പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.